ഹായ്. ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിന് വണ്ണം കുറഞ്ഞു പോയാൽ നമുക്ക് ഇങ്ങനെ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയി പോകാറുണ്ട്. അപ്പോൾ ചുരിദാർ ചിലപ്പോൾ ചുരുങ്ങി ചെറുതാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വണ്ണവും വയറും വയ്ക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ജീൻസ് ആണെങ്കിൽ പ്രശ്നമില്ല. കഷ്ടകാലത്തിന് ലെഗിൻസാണ് ഇട്ടതെങ്കിൽ ഇതാ ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ ആരെങ്കിലും ഒന്ന് ചുമ്മാ നോക്കിയാൽ തന്നെ നമുക്കൊരു ചമ്മൽ തോന്നിയിട്ട് നമ്മൾ ടോപ്പ് പിടിച്ച് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പ്രശ്നമാവും. ഇനി നിൽക്കുമ്പോഴാണെങ്കിൽ ഇതാ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും വണ്ണം വയ്ക്കുമ്പം ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയി പോകും. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. സ്ലിറ്റ് ടോപ്പുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. 2 വീലറിലൊക്കെ കയറുമ്പോൾ അതാണ് ഈസി. അപ്പോൾ അതാ ഈ ഭാഗത്ത് നമുക്ക് വണ്ണം കുറഞ്ഞു പോകുന്നതാണ്. ഇതാ പല റെഡിമെയ്ഡ് ടോപ്പുകൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് താഴേക്ക് ഷേപ്പ് കട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് കുറച്ചുകൂടെ വണ്ണം വേണം. നമുക്കിവിടെ വണ്ണം കൂട്ടുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടോപ്പ് ഇട്ട ശേഷം നമ്മുടെ ഏറ്റവും ഒതുങ്ങിയ ഭാഗം, വണ്ണം കുറഞ്ഞ ഭാഗം നമ്മുടെ ടോപ്പിലൊന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവിടെ ഒന്ന് പിൻ ചെയ്താലും മതി, ഒന്ന് ചോക്ക് വെച്ച് വരച്ചാലും മതി. ഏറ്റവും ഒതുങ്ങിയ ഭാഗം കണ്ടുപിടിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഷേപ്പ് കൂടുതലുള്ള ഭാഗമാണ് ഈ പറയുന്നത്. ടോപ്പിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ചുരിദാർ നന്നായിട്ട് അയൺ ചെയ്ത് ഇങ്ങനെ ടേബിളിൽ നിവർത്തിയിടണം. ഇനി നേരത്തെ നമ്മൾ വേസ്റ്റ് കറക്റ്റ് ഒതുങ്ങിയ ഭാഗം മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗം ഒന്നും കൂടെ തെളിയിച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് വേണമെങ്കിൽ വേസ്റ്റ് ലെന്ത് എടുക്കാം. ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമുക്ക് ഏറ്റവും ഒതുങ്ങിയ ഭാഗം എത്രയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 13 ഇഞ്ചാണ്. ഷോൾഡർ മുതൽ 13 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നേരത്തെ ഈ ടേപ്പ് എടുക്കാതെ തന്നെ നമ്മൾ സൈഡ് പിടിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയട്ടെ, നമ്മുടെ കറക്റ്റ് വേസ്റ്റിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കൈ നേരെ താഴ്ത്തിയിടുമ്പം, നമ്മുടെ ശരീരത്തോട് ചേർത്ത് താഴ്ത്തിയിടുമ്പം നമ്മുടെ കൈമുട്ട് വരുന്ന ഭാഗമില്ലേ, ആ കൈമുട്ടിൻ്റെ ഇപ്പുറം കൈമടക്ക്, ആ കൈമടക്ക് വരുന്ന സ്ഥലത്തിന് തൊട്ട് മുകളിലാണ് നമ്മുടെ കറക്റ്റ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഈ വേസ്റ്റ് ലെങ്തിൽ മാറ്റം വരും. അപ്പോൾ ടോപ്പ് നേരെ ഇടുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് കണ്ടുപിടിച്ച് ആ അളവോടെ മാർക്ക് ചെയ്യാം. ഇവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനേക്കാളും കുറച്ച് താഴേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈസിയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് 3 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് നേരെ ഒരേ ലെവലിൽ. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത അതേ സ്ഥലത്തുനിന്ന് നമ്മൾ ആദ്യം നമ്മുടെ വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്തില്ലേ, അതിലേക്കൊരു ചരിച്ചൊരു വര കൊടുക്കണം. വേസ്റ്റ് ലെന്തിൻ്റെ ആദ്യം വരച്ച വരയിൽ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക്. ഇനി ഈ 3 ഇഞ്ച് മാർക്കിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് വരയ്ക്കാം. നമ്മുടെ സൈഡ് സ്ലിറ്റ് എവിടെ വരെയാണോ അവിടെ വരെ ഇങ്ങനെ ചരിച്ചു കൊണ്ടുപോകണം. സൈഡ് സ്ലിറ്റിലേക്ക് ചരിച്ചു കൊണ്ടുപോകണം. ഏറ്റവും താഴ്ഭാഗത്തുള്ള വണ്ണം നമ്മൾ കളയുന്നില്ല. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വരച്ചിടണം. അതിന് നമുക്ക് ഇതിനെ നേരെ മധ്യഭാഗം വെച്ചൊന്ന് മടക്കിയിട്ടാലും മതി. ആദ്യമേ മടക്കിയിട്ടിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്യാം. മടക്കിയിടുമ്പം അകത്തെങ്ങും ചുളിവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നീറ്റായിട്ടേ മടക്കിയിടാവൂ. ഈ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് ലെങ്ത് തൊട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആ ചരിവ് അങ്ങനെ തന്നെ വരണം. എന്നിട്ട് നമ്മൾ ഈ 5.5 എടുത്ത സ്ഥലത്ത് ഹൈറ്റ് കൂടുതലുള്ള ആളിൻ്റെ ടോപ്പാണെങ്കിൽ അതൊരു 6.5 7 വരെ എടുക്കാം, ഹൈറ്റ് കൂടുതലാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് 5.5 മതി. ഈ 3 ഇഞ്ചിൽ കൂടിയേ വേണ്ട. പിന്നെ ഒരുപാട് മെലിഞ്ഞവരാണെങ്കിൽ 3 ഇഞ്ച് കുറഞ്ഞാൽ മതി. ഒരുപാട് മെലിഞ്ഞവർക്ക് നമ്മളിത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കട്ട് ചെയ്ത് വെച്ചില്ലേ, ഈ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയെന്ന് എടുക്കണം. അതിനനുസരിച്ചാണ് നമ്മളിവിടെ പീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 30 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 32 ഇഞ്ചുള്ള പീസാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ വണ്ണം കൂട്ടാനായിട്ട് വേറൊരു പീസ് തുണി നമുക്ക് വേണം. അപ്പോൾ അത് കറക്റ്റ് മാച്ചാണെങ്കിൽ സൂപ്പറാണ്. എൻ്റെ കയ്യിൽ കറക്റ്റ് മാച്ചില്ല, കുറച്ച് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് മാച്ചിൽ കാണിച്ചാലേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഈ വ്യത്യാസപ്പെടുത്തി കാണിച്ചാലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് മാച്ചാവുന്നൊരു പീസ് മെറ്റീരിയൽ എടുക്കണം. അത് എടുക്കേണ്ട അളവ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പീസ് ഇല്ല, കടയിൽ നിന്നൊരു പീസ് വാങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ അതിൻ്റെ അളവാണ് ഈ പറയുന്നത്. ഇവിടെ നിന്ന് 32 ഇഞ്ചല്ലേ, അപ്പോൾ അതായത് 82 സെൻറ്റിമീറ്റർ. ഈ 82 സെൻറ്റിമീറ്ററാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ടത്. 1 മീറ്റർ തികച്ച് വേണ്ട. ഇത് ഇഷ്ടമുള്ളൊരു പീസ്, നല്ല ഏകദേശം ചേരുന്നൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. 32 ഇഞ്ചുള്ള ഈ ഒരു പീസ് 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. നമ്മുടെ ആ സെൽവെഡ്ജില്ലേ, തേര് വശം, കട്ടിയുള്ളൊരു വശമില്ലേ, അത് ഒന്നിനോടൊന്ന് ചേർത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്.
ഇതിൽ ആലോചിക്കാനൊന്നുമില്ല, ഈസി ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ പൈസയില്ലേ 10 രൂപ 100 രൂപ, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് മടക്കുന്നത്? ആദ്യം സെൻറ്ററിൽ നിന്ന് ഒന്ന് മടക്കും, പിന്നെ ഒന്നും കൂടെ മടക്കും. അതേപോലെ മടക്കിയിട്ടേക്കാണിത്. ഇത് നമ്മൾ ആദ്യം മടക്കില്ലേ സെൻറ്ററിൽ നിന്ന്, അവിടെ നിന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ഇത് 2 പീസാവും, തുല്യ അളവിലുള്ള 2 പീസാവും. ആദ്യത്തെ മടക്കിയ ശേഷമുള്ള അളവാണിത്, 22 ഇഞ്ച്. നല്ല വീതിയുള്ള മെറ്റീരിയൽ എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൽ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അത് എവിടെയാണ് പ്ലീറ്റ് എടുക്കേണ്ടത്? 32 ഇഞ്ച് എടുത്ത സ്ഥലത്തല്ല, മുകൾ ഭാഗത്ത് ആ വീതി വശത്താണ് പ്ലീറ്റ് ഇടേണ്ടത്. കുഞ്ഞു കുഞ്ഞായിട്ട് പ്ലീറ്റ് എടുത്ത ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് ആ പ്ലീറ്റൊക്കെ നല്ല നേരെ ആവുന്നവരെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. പ്ലീറ്റ് എടുത്ത് കഴിയുമ്പം 6 ഇഞ്ചിനേക്കാളും കൂടുതലായിരിക്കണം. അതായത് നമ്മൾ 3 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയില്ലേ, നമ്മളെ മെയിൻ ടോപ്പിൽ നിന്ന് 3 ഇഞ്ച് നമ്മൾ വെട്ടി മാറ്റിയില്ലേ വീതി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ആകുമ്പം 6 ഇഞ്ച്, 3 3 6. ആ 6 ഇഞ്ചിനേക്കാളും കൂടുതലായിരിക്കണം, എന്നാലും നമുക്ക് വണ്ണം കൂടണ്ടേ. ഇതിൻ്റെ 2 വശവും അയൺ ചെയ്തെടുക്കണം കേട്ടോ, നല്ല വശവും അകവശം. ഇതാ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കണം. ഈ പ്ലീറ്റ് ഇട്ടതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയത് അതിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ട് ആ ഷേപ്പ് ഇതുപോലെ വരയ്ക്കണം. ആ വരച്ച ഭാഗത്ത് ഈ പ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് കൊടുക്കണം. ചോക്ക് വെച്ച് വരച്ചതിന് മുകളിൽ കൂടിയും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ 3 ലൈൻ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പിരിന്നു പോകും, ആ പ്ലീറ്റ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 ലൈൻ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. ഇനി ആ സ്റ്റിച്ചിന് വെളിയിലുള്ള ഭാഗം മുകളിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമ്മുടെ ടോപ്പിലെടുത്ത് വെച്ച് നോക്കാം. നമുക്ക് തയ്ക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റാണെന്നൊക്കെ നോക്കിയ ശേഷം തയ്ക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ഈ വക്കില്ലേ, അത് ഇങ്ങനൊന്ന് മടക്കിയാണ് നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതാ ഈ 2 സൈഡിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പ്, എന്നാലേ നമുക്ക് ഈ മടങ്ങി വരുള്ളൂ, ആ ഷേപ്പിനനുസരിച്ച് മടങ്ങി വരുള്ളൂ. ഈ തുമ്പൊന്ന് മടക്കി നമുക്കിതുപോലെ ജോയിൻ ചെയ്യാവുന്നതേ, ഈസി ആയിട്ട് നമുക്ക് അതുമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വശത്ത് നൂലിളകി പോകാതിരിക്കാൻ തുമ്പൊന്ന് മടക്കി തയ്ക്കണം. ഈ പ്ലേറ്റ് ഇട്ട സൈഡിൽ നമുക്ക് മടക്കാൻ പാടാണ്, അതുകൊണ്ട് വേറൊരു പീസ് കട്ട് ചെയ്ത് മുകളിൽ വെച്ച് അകവശത്തേക്ക് മടക്കി നമുക്ക് തയ്ക്കാം. ഇനി ഇത് നമ്മൾ ടോപ്പുമായിട്ട് ചേർത്ത് തയ്ച്ചാൽ മതി, നേരത്തെ കാണിച്ച പോലെ. ഇനി ഏറ്റവും താഴ്ഭാഗം തയ്ച്ച് തീരുമ്പോൾ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് വയറിൻ്റെ ഭാഗത്തും സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ വണ്ണം കുറഞ്ഞു പോയി ചുരിദാർ ടൈറ്റായി ഇടാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയൊന്ന് ചെയ്താൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കൈ എടുക്കുന്നതിനോ ഉയർത്തുന്നതിനോ ഒന്നും പാടില്ല. ടോപ്പിൻ്റെ വണ്ണം കൂട്ടുന്നതും സൈഡ് നെഞ്ചുവണ്ണം മാത്രം കൂട്ടുന്നതും മൊത്തത്തിൽ വണ്ണം കൂട്ടുന്നതും ഇതുപോലെ സൈഡ് സ്ലിറ്റ് മാത്രം കൂട്ടുന്ന ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.